പ്രധാനമന്ത്രിയുടെ വസതിയിൽ വീണ്ടും നിർണായക ചർച്ചകൾ നടക്കുകയാണ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലും കൂടിക്കാഴ്ചയുടെ ഭാഗമായി കരസേനാ മേധാവിയും പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തിയിരുന്നു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അച്യുതൻ, രാത്രിയും നിർണായക ചർച്ചകൾ നടക്കുകയാണല്ലോ. പ്രധാനമന്ത്രിയുടെ വസതിയിൽ വിദേശകാര്യമന്ത്രി എത്തി, അതുപോലെ സുരക്ഷാ ഉപദേഷ്ടാവ്, സേനാ മേധാവികളൊക്കെ എത്തി. ഈ യോഗം അവസാനിച്ചോ? എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? വിജയകുമാർ, ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൃത്യമായ മറുപടി നൽകാൻ വേണ്ട സജ്ജീകരണങ്ങൾ, അത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അത്തരം തയ്യാറെടുപ്പുകൾ തുടരുകയാണ്. ഇതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഇന്ന് രാത്രി വൈകിയും നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകൾക്ക് വേദിയായത്. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമാണ് വസതിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ന് രാവിലെ പ്രധാനമന്ത്രി മറ്റൊരു യോഗം കൂടി വിളിച്ചു ചേർത്തിരുന്നു. അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും തുടർച്ചയായി ഇത്തരം കൂടിക്കാഴ്ചകൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. ഏത് തരത്തിലായിരിക്കും ഇന്ത്യ ഇതിന് മറുപടി നൽകുക എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. എന്നാൽ തിരിച്ചടി ഉണ്ടാകും എന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ പാകിസ്ഥാൻ തന്നെ അത്തരം ഒരു സ്ഥിരീകരണങ്ങൾ നടത്തുകയുണ്ടായി. വരുന്ന 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ തിരിച്ചടിച്ചേക്കും എന്ന് ചില വിവരങ്ങൾ ഉള്ളതായി പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നു. എന്തായാലും അത്തരം സ്ഥിരീകരണങ്ങൾക്കിടെയാണ് ഇന്ത്യ, അതായത് പ്രധാനമന്ത്രിയുടെ വസതി കേന്ദ്രീകരിച്ചുള്ള നിർണായകമായിട്ടുള്ള ഈ ചർച്ചകളും ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. എന്തായാലും ചില അഴിച്ചുപണികളും കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തി. ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ അംഗങ്ങളിൽ മാറ്റം വരുത്തി അതിന്റെ ചെയർമാനായി മുൻ റോ മേധാവിയെ നിയമിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ചില അഴിച്ചുപണികൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. മറ്റൊരിടത്ത് ഇതിന് വേണ്ട മുൻകരുതലുകൾ, നീക്കങ്ങളും സജീവമായി തന്നെ തുടരുകയാണ്. യെസ്, രാത്രി വൈകിയും പ്രധാനമന്ത്രിയുടെ വസതി കേന്ദ്രീകരിച്ച് നിർണായക ചർച്ചകൾ നടക്കുകയാണ്. സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ, വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, അതുപോലെ കരസേന മേധാവി ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ യോഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ റിസൾട്ട് ഒരു പക്ഷേ വരാനിരിക്കുന്നതേ ഉള്ളൂ. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.